ഹായ്, നമ്മളൊരു ചെറിയ ഷോർട്ട് ഗെയിമായിട്ട് പെട്ടെന്ന് കുഞ്ഞുങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് അവർ ഒന്ന് തണുത്തിരിക്കുവാണെങ്കിൽ അവരെ പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഷോർട്ട് ഗെയിമായിട്ട് നമുക്ക് എല്ലാവരും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മള് സ്റ്റോൺ പേപ്പർ സിസർ എല്ലാവർക്കും അറിയാം. സ്റ്റോൺ പേപ്പർ സിസർ. ഈ സ്റ്റോൺ പേപ്പർ സിസർ തന്നെ നമ്മളത് കുറച്ച് സ്റ്റോൺ പേപ്പർ സിസർ എല്ലാവർക്കും പേപ്പർ സിസർ. ഇത് സ്റ്റോൺ പേപ്പർ സിസർ. ഇതറിയാലോ. അപ്പൊ നമ്മൾ ഈ സാധനം നൈസ് ആയിട്ടൊന്ന് നമ്മള് ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്. അപ്പൊ നമുക്ക് സാംസങ്ങിന്റെ സ്റ്റോറി സാംസങ്. അപ്പൊ സാംസങ് ഷിംഷോൻ. ഓക്കെ, അപ്പൊ സാംസങ്ങിന്റെ സ്റ്റോറിയിലുള്ള ഒരു രണ്ടുപേരുണ്ട്. സാംസങ് ഉണ്ട്, പിന്നെ ആരാണ്, ഡൽഹിയില ഉണ്ട്, പിന്നെ ഒരു സിംഹം ഉണ്ട്, ഒരു ലയൺ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഗ്രൂപ്പ്സ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ടാണെങ്കിൽ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നിർത്തുക. ഈ ടീം മുഴുവൻ അങ്ങോട്ട് നോക്കിക്കുക, ഈ ടീം മുഴുവൻ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അങ്ങോട്ട് നോക്കിക്കുക. അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞ് ഓക്കെ ഇങ്ങനെ നിൽക്കുവാണ്. ദെൻ ഇപ്പൊ നമ്മളുടെ ടീം, ഇപ്പൊ എന്റെ ടീം ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ടീമായിട്ട് ഡിസ്കസ് ചെയ്യാം ഏത് ആക്ഷൻ ആണ് കാണിക്കുന്നത് എന്നുള്ളത്. ഈ ആക്ഷൻ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഈ ടീമിലെ എല്ലാവരും കാണിക്കുന്നത് ഒരൊറ്റ ആക്ഷൻ ആയിരിക്കണം. ഒരാൾ പോലും തെറ്റിക്കാൻ പാടില്ല. തെറ്റിച്ച് കഴിഞ്ഞാൽ ടീം ഔട്ട് ആവും. ആക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ സാംസങ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ആക്ഷൻ. ഓക്കെ, സാംസങ് ഇസ് മൈ ടീം. ഓക്കെ, അപ്പൊ ഷിംഷോൻ സാംസങ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു മാസ്റ്റർ എടുത്ത് കാണിക്കുക. ദെൻ ദലീല എന്ന് പറയുമ്പോൾ ദലീലയുടെ ഒരു ആക്ഷൻ. ഓക്കെ, ഇതാണ് ദലീലയുടെ ആക്ഷൻ. ദെൻ ലയൺ എന്ന് പറയുമ്പോൾ റോറിംഗ് ലയൺ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത് നമുക്ക് പേഴ്സ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പായിട്ട് ചെയ്യാം. ഗ്രൂപ്പായിട്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ എന്റെ ടീം മൊത്തം സാംസങ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, ഞങ്ങൾ തീരുമാനിച്ചു. ദെൻ സ്റ്റാർട്ട് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാ ടീമും ഒന്നിച്ച് തിരിച്ചിട്ട് എന്ത് ചെയ്യും, സാംസങ്ങിനെ കാണിക്കും. ഇതിനിടയിൽ ആരെങ്കിലും ദലീല അല്ലെങ്കിൽ ലയൺ കാണിക്കുവാണെങ്കിൽ ഈവൻ നമ്മൾ ഔട്ട് ആയിരുന്നു പോയിന്റ് കിട്ടുന്നത് ഓപ്പോസിറ്റ് ടീമിലായിരിക്കും. മനസ്സിലായോ? തെറ്റ് കാണിക്കാൻ പാടില്ല. അപ്പൊ എല്ലാവരും ഒറ്റ സെയിം ഇതായിട്ട് കാണിക്കണം. ഓക്കെ, റെഡിയാണോ? ഇപ്പൊ നമ്മൾ പെയർ ആയിട്ട് നമ്മളിപ്പോ കാണിക്കാൻ വേണ്ടി പോകണേ. അപ്പോ സാംസങ് ഇപ്പൊ സോളം വെച്ചാൽ സാംസങ് കാണിച്ചു, ഞാൻ ഡൽഹിയിലെ കാണിക്കുന്നെങ്കിൽ ആരായിരിക്കും ജയിക്കുന്നത്? ഡൽഹിയിലായിരിക്കും ജയിക്കുന്നത്. സാംസങ് ഡൽഹിയിലാണല്ലോ സാംസങ് വേണ്ടിയ. ഓക്കെ, അപ്പൊ സാംസങ്ങിന്റെ ഓപ്പോസിറ്റ് ഡൽഹിയിലാണെങ്കിൽ ആയിരിക്കും ഡൽഹിയിലെ ജയിക്കും. ഓക്കെ, സാംസങ്ങിന്റെ ഓപ്പോസിറ്റ് ലയൺ ആണെങ്കിൽ ആയിരിക്കും സാംസങ് ജയിക്കും. ഡൽഹിയിലെയും ലയണും ആണെങ്കിൽ ആയിരിക്കും ലയൺ ജയിക്കും. മനസ്സിലായോ? ഓക്കെ, ഒന്നുകൂടി പറയുന്നു. ഡൽഹിയിലെയും ലയണും ആണെങ്കിൽ ലയൺ ജയിക്കും. ഡൽഹിയിലെയും സാംസങ്ങും ആണെങ്കിൽ ഡൽഹിയിലെ ജയിക്കും. സാംസങ്ങും ലയണും ആണെങ്കിൽ സാംസങ് ജയിക്കും. ഓക്കെ, നമുക്ക് ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ചെയ്തേക്കാം. ഓക്കെ, ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിക്കാം. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, ഇപ്പൊ ഇത് സാംസങ്ങും ഇത് ലയണും ആണ്. അപ്പൊ ആര് ജയിക്കും? സാംസങ്. അപ്പൊ എനിക്ക് ഒരു പോയിന്റ് കിട്ടും. മനസ്സിലായോ? ഓക്കെ, ഒരു വട്ടം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, റെഡി 1 2 3. ഓക്കെ, അപ്പൊ ഡൽഹിയിലെ ഇത് സാംസങ് ആണ്. അപ്പൊ ആര് ജയിക്കും? ഡൽഹിയിലെ ജയിക്കും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മളുടെ എനർജൈസർ പോകുന്നത്. നമുക്ക് പേഴ്സ് ആയിട്ട് ചെയ്യാം. അങ്ങനെ പേഴ്സ് ആയിട്ട് ചെയ്ത് നമുക്ക് ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.